അതിൽ കുറച്ച് പ്രത്യേകതകളെല്ലായിട്ടും തോന്നി. ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല. റീഇൻകാർണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സംതിങ് ഡിഫറെൻറ്റ്. റീഇൻകാർണേഷൻ ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാര്യം 2 ഈറയിൽ പറയുന്ന കഥയാണ്. സോ അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എൻ്റെ അത് കോണ്ടന്റ് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനം, അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് നോട്ട്, ഞാൻ അതാ പറയാം, സോ മെനി ആക്ഷൻസ്. സാധാരണ സിനിമകൾ കാണുന്നതിൽ കൂടുതൽ ആക്ഷനുണ്ട്. ഡിഫറെൻറ്റ് പീരിയഡിലുള്ള ഫിലിമാണ്. അത്തരം സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ more than any other thing. I trust my director. So I had that kind of confidence with Nanda Kishore. അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത്. അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി, അതിൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി. സോ ഐ ഡിഡ് ദാറ്റ്.